somehow എങ്ങനെയെങ്കിലും എങ്ങനെയോ ഇങ്ങനെ രണ്ട് രീതിക്കും പറയാം. സംതിങ് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് സംതിങ്. ഇനി സംടൈംസ് ഇവിടെ ശ്രദ്ധിക്കണം, സംടൈംസ് ഉണ്ട് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംടൈംസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി സംവൺ, ഈ സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരോ ഒരാൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സം വൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സം ടൈം ഉണ്ട്. ഇവിടെ ഒരു സം ടൈംസ് പറഞ്ഞു, അത് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എന്ന് പറയാനാണ്. ഇനി ഈ സം ടൈം ശ്രദ്ധിക്കൂ, സം ടൈം എന്നാണ് ഇവിടെ പറയുന്നത് കുറച്ച് സമയം അല്ലേ, സം വാട്ടർ കുറച്ച് വെള്ളം, സം ടൈം കുറച്ച് സമയം, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സം ടൈമിനെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വേറൊരു സം ടൈം വന്നിട്ടുണ്ട്. ഏതാണ്? സം ടൈം അല്ലെ, ഇവിടെ എസ് ഇല്ല, പക്ഷെ ഈ സം ടൈം കൂടിയിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സമയത്ത് എന്നാണ്. ഇവിടെ സം ടൈംസ് ആണ് ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉള്ള സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് എന്നാണ്. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോൾ ഈ സം ടൈംസും സം ടൈമും സം ടൈമും. ഓക്കെ, മൂന്ന് രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, സംബഡി. സംബഡി എന്ന് പറഞ്ഞാലും സംവൺ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. പക്ഷേ സംബഡി എന്ന് പറയുന്നത് ആരോ ഒരാൾ, ഇതും സംവൺ എന്ന് പറഞ്ഞാലും ആരോ ഒരാൾ എന്ന് തന്നെയാണ്. പക്ഷെ അത് സംവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഒരാൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാത്ത ഒരാൾ ഇപ്പോൾ വാതിലിന് മുട്ടി, ആരോ വാതിലിന് മുട്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവിടെ നമുക്ക് സംവൺ, ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ സംവൺ യൂസ് ചെയ്യാം. ഇനി ഈ സംബഡി യൂസ് ചെയ്യുന്നത് ആരോ ഒരാൾ തന്നെയാണ്, പക്ഷേ പ്രവൃത്തി. ഫോർ എക്സാമ്പിൾ ഇപ്പം ആരോ നിന്നെ വിളിക്കുന്നുണ്ട്, ആരോ നിന്നെ വിളിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ നമുക്ക് സംബഡി എന്ന് യൂസ് ചെയ്യാം. സംവേർ എവിടെയെങ്കിലും എന്നൊക്കെ പറയാറുണ്ടല്ലോ. എവിടെയെങ്കിലും, ഏതെങ്കിലും, ഇപ്പോൾ എവിടെയെങ്കിലും കാറ് നിർത്ത്, ഇങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ എവിടെയെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംവേർ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി സംവാട്ട്, കുറച്ച് അല്പം, കുറച്ച് അല്പം, സംവാട്ട് അല്ലേ, കുറച്ച് അല്പം എന്നൊക്കെ പറയാനാണ് സംവാട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പഠിച്ചത് എന്താണ്? സംഹൗ, സംതിങ്, സംടൈംസ്, സംവൺ, സംടൈം, സംടൈം. വളരെ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ. സംബഡി, സംവേർ, സംവാട്ട്. അതില് സംടൈം, സംടൈംസ്, സംബഡി, സംവൺ, ഇതാണ് സെയിം ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി പഠിക്കുക.